ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മലബാറുകാരുടെ സ്വന്തം കായടയാണ്. കായട നമ്മൾ സാധാരണ എണ്ണയിലൊക്കെ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കല്. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കായട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അധികം പഴുപ്പില്ലാത്ത പഴമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ 2 കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് നമുക്ക് പഴം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അപ്പച്ചെമ്പിൽ പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ അല്ലാതെ വെള്ളത്തിൽ പഴം ഇട്ടിട്ട് പുഴുങ്ങുന്നവരുണ്ട്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഈ പഴത്തിൻ്റെ തൊലിയുടെ കളറെല്ലാം മാറിയിട്ട് പഴം നന്നായിട്ട് വെന്ത് വരണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇത് ഉടച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു മാഷർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ മറ്റോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ പഴവും ഒരുമിച്ചിട്ട് ഉടക്കണമെന്നില്ല. ഇതുപോലെ 2-3 പീസെല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. മിക്സിയിൽ കറക്കുന്ന സമയത്ത് ചിലപ്പം ഇത് നല്ലോണം ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം. പഴത്തിൻ്റെ പീസൊന്നും ഉണ്ടാവരുത്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലത്തെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാറ്റാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ബോൾ റെഡിയാക്കിയത്. ഇനി നമുക്കത് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് ഫില്ലിങ് റെഡിയാക്കുന്നത്. 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ചിലർ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിക്ക് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഇവിടെ എല്ലാവർക്കും മുട്ടൻ്റെ ഫില്ലിംഗ് ആണ് ഇഷ്ടം. അതായത് നമ്മൾ കായടക്ക് മുട്ടൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കും. ഉന്നക്കായ്ക്കാണെങ്കിൽ തേങ്ങൻ്റെ ഫില്ലിങ്. അങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കൽ. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ ബോൾ ഉണ്ടല്ലോ, അത് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് ഷേപ്പാക്കുന്ന സമയത്ത് നന്നായിട്ട് ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ നമ്മുടെ ഒരു കായട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ കായടയും റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കായട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ഫില്ലിങ്ങും പഴവും ഒക്കെ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ഇതുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം എണ്ണയൊന്നും കുടിക്കൂല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളറ് മാറുന്നത് വരെ മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കായട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് കായട ഫ്രൈ ചെയ്തെടുക്കുന്നത്. നോമ്പിൻ്റെ കടികളിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന കടികളിൽ പെട്ടതാണ് കേട്ടോ കായട. അപ്പോൾ കായട പഴയ രീതിയിലാണെങ്കിൽ ഈ ഒരു രീതിക്കാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഓയിലിലല്ലാതെ, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് ഗീ ആക്കി കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കായട വെച്ച് കൊടുക്കാം. ഇത് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെയല്ല, നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യണം.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ എണ്ണയിലൊന്നും ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് കഴിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അധികം ആൾക്കാരും തേങ്ങൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് കായടയും ഉന്നക്കായെല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ മുട്ടൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.